വയനാട് ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കയിലേക്ക് ചൂരൽമലയിൽ നിന്നും നിർമ്മിക്കുന്ന താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. 190 അടി നീളത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ മുണ്ടക്കയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഭാരമേറിയ യന്ത്രസാമഗ്രികൾ എത്തിക്കാനാകും. നീളം കൂടുതലായതിനാൽ പുഴയ്ക്ക് മധ്യത്തിൽ തൂൺ സ്ഥാപിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ രക്ഷാപ്രവർത്തനം എളുപ്പമാകും. ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമാണ് പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാമഗ്രികൾ ചൂരൽമലയിൽ എത്തിച്ചിരിക്കുന്നത്. ആദ്യ വിമാനത്തിലെത്തിയ സാമഗ്രികൾ ഉപയോഗിച്ച് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം വഴി എത്തിച്ച സാമഗ്രികൾ വയനാട്ടിലേക്ക് ട്രക്കുകളിലാണ് എത്തിച്ചത്. ബാംഗ്ലൂരിൽ നിന്നും കരമാർഗവും സാമഗ്രികൾ ചൂരൽമലയിൽ എത്തിച്ചു. കേരള ആൻഡ് കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ VT മാത്യുവിന്റെ നേതൃത്വത്തിലാണ് കരസേനയുടെ രക്ഷാദൌത്യം ഏകോപിപ്പിച്ചിരിക്കുന്നത്. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവർ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനായി കരസേനയുടെ പ്രത്യേക പരിശീലനം ലഭിച്ച 3 സ്നിഫർ നായകളെയും സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. മലയാളം ടെലിവിഷൻ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടർ മഹറൂഫ് പനമരം.